നമസ്കാരം. ഞാൻ ഗീതാ നെമ്മിനി, പൂർണേന്ദു തിരുവാതിരകളി ഗ്രൂപ്പിലെ ഒരംഗമാണ്. ഇന്നും ഇവിടെ പരിചയപ്പെടുത്തുന്നത് പയ്യന്നൂര് ആലമ്പടമ്പ മരങ്ങാട്ടില്ലത്ത് ശാരദാ അന്തർജനത്തെയാണ്. ഏടത്തി നമുക്ക് വളരെ നന്നായിട്ട് തിരുവാതിര ആഘോഷങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്നു. നമുക്ക് കേൾക്കാം. നമസ്കാരം അമ്മേ. എന്താണ് ഈ ധനുമാസത്തിലെ തിരുവാതിരയുടെ ഐതിഹ്യം? ശ്രീകൃഷ്ണ ശരണം. കേളിയേറുന്ന തിരുവാതിര നോറ്റവരാരാണ് പണ്ട് എന്ന് രുക്മിണി ദേവി ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിക്കുകയാണ്. വളരെ വിവാഹം കഴിഞ്ഞൂടുമ്പോ, അതായത് നവവധു ആയ ആ സമയത്താണ് ആ കുട്ടി ഇത് ചോദിക്കുന്നത്. അപ്പൊ ശ്രീകൃഷ്ണന് വളരെ സന്തോഷമായി. അപ്പം പറയാണ്, അന്ന് നമ്മുടെ ലോകനാഥനായ ശ്രീ പരമേശ്വരന്റെ പിറന്നാളാണെന്ന്. അന്നെന്താണ്? ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തന്റെ തിരുനാളാണ്. ഉണ്ണരൂത് ഉറങ്ങരൂത് പാട്ടുപാടി കളി വേണം. അങ്ങനെ അതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അന്ന് പരമേശ്വരന്റെ പിറന്നാളായിട്ട് ഭഗവതിക്ക് നോൻപാണ്. അപ്പൊ ആ ഭഗവതിക്ക് നോൻപ് നോൽക്കുന്ന അതുപോലെ നമ്മളെല്ലാവരും അന്നത്തെ ദിവസം, ആ തിരുവാതിര ദിവസം അരിയുടെ ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെ ശ്രീപരമേശ്വര പാർവതീ പരമേശ്വരന്മാരുടെ കീർത്തനങ്ങൾ അങ്ങനെ ധാരാളം ചൊല്ലുക. രുക്മിണി ശ്രീകൃഷ്ണ ഭഗവാന്റെ കീർത്തനങ്ങൾ അങ്ങനെ ധാരാളം ചൊല്ലുക. ഇതൊക്കെ ചെയ്ത് ആ ഉദിക്കുന്നതിന് മുമ്പായിട്ട് പോയി തെക്കോട്ടൊക്കെ നമ്മുടെ ഒറ്റപ്പാലം ആ സൈഡിലൊക്കെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു ഇത്തിരി കാലം. അപ്പൊ അവിടെയുള്ള സമ്പ്രദായം എങ്ങനെയാ വെച്ചാൽ, രാവിലെ ഈ തിരുവാതിരയ്ക്ക് 7 ദിവസം മുമ്പേ തുടങ്ങും പാട്ടുപാടിക്കൊണ്ട് ഓരോരാളും എങ്കിലെന്റെ വാസുദേവ എന്നെ തോളി ലെടുക്കാമോ, അങ്ങനെയുള്ള പാട്ടുകൾ. പിന്നെ അത് ആദ്യം അവര് ഏത് പാട്ട് പാടും വെച്ചാൽ ഗണപതി, ഉണ്ണി ഗണപതി തമ്പുരാനെ ഒന്നുണ്ടു നിന്നോടു ചോദിക്കുന്നു, ആദ്യം അത് പാടും. പിന്നെ മൂകാംബപുരനിവാസിനി അങ്ങനെയുള്ള സരസ്വതിയെ കുറിച്ചുള്ള പാട്ട് പാടും. അങ്ങനെ പാട്ട് പാടിക്കൊണ്ട് പുഴയാണെങ്കിലും കുളമാണെങ്കിലും, അന്നൊക്കെ കുളത്തിൽ കുളിച്ചേ ശുദ്ധാവുള്ളൂ. ആ ഭഗവതി പൂജ, ശ്രീപാർവതി പരമേശ്വര പൂജയല്ലേ നമ്മൾ കഴിക്കുന്നത്. അപ്പോ മുങ്ങി കുളിക്കുക തന്നെ വേണം. ഈ ഇവിടെ പിന്നെ നമ്മുടെ ഈ ഇവിടെയുള്ള കുളി പറ്റില്ല. അപ്പൊ അങ്ങനെ കുളിക്കാൻ പോകുന്ന സമയത്ത് പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടുപോയി വയസ്സായവരത് ചൊല്ലിക്കൊടുക്കും. പെൺകുട്ടികൾ, കന്യാകുട്ടികൾ, നവവധുക്കളായവര്, സുമംഗലികളായിട്ടുള്ളവർക്കാണ് കൂടുതൽ പ്രാധാന്യം. അതല്ലാത്തവരും ഈ കുളിയും ജപവും ഒക്കെ പാടും, ആർക്കും പാടും അത്. പക്ഷെ ഈ സൗമംഗല്യത്തിനാണത് ഏറ്റവും. അങ്ങനെ ഓരോരോ അന്നെന്താണ് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് അരി ഭക്ഷണം പാടില്ല. പിന്നെന്താണ് ഗോതമ്പ്, പിന്നെ കൂവ കുറുക്കിയത്, അത് ശർക്കരയും നാളികേരമൊക്കെ ഇട്ട് പിന്നെ ശരിക്കും കുറുക്കി അത് കണ്ടാൽ തന്നെ നമുക്ക് ഭഗവാനെ നിവേദിക്കേണ്ടത് ഒരു സാധനമാണെന്ന് നമുക്ക് തോന്നും നമ്മുടെ മനസ്സിൽ. കാരണം അത്ര നല്ല സാധനമാണത്. അത് നമുക്ക് കിട്ടണമെങ്കിൽ തന്നെ പണിയുണ്ട്. പക്ഷേ എങ്കിലും അത് കിട്ടും, അത് ഭഗവാന്റെ കരുണ കൊണ്ട് കിട്ടും. അത് കുറുക്കി ആ ഭഗവാനെ നിവേദിച്ച് അത് കഴിക്കണം. പിന്നെ ഗോതമ്പോ ചെറുപയർ അതൊക്കെ കഴിക്കാം. മറ്റേ കാര്യമായിട്ട് എന്താണ് വേണ്ടത് വെച്ചാൽ, പിന്നെ ഇവിടെ അങ്ങോട്ട് തെക്കോട്ട് അതൊക്കെ ശിവക്ഷേത്രമോ ശ്രീകൃഷ്ണ ക്ഷേത്രമോ ഏത് ക്ഷേത്രമാണ് നമ്മുടെ അടുത്തുള്ളത് വെച്ചാൽ അവിടെ അപ്പൊ ഈ അലങ്കാര വസ്തുക്കളൊക്കെ കൊണ്ടുപോകും. അതായത് കുങ്കുമം, ചന്ദനം, പിന്നെ കണ്ണാടി, വൽക്കണ്ണാടി മുതലായതൊക്കെ എടുക്കും നമ്മുടെ കയ്യിൽ. അപ്പോ അതൊക്കെ അങ്ങനെ വെച്ച് സുഖമായിട്ട് തുടിച്ച്, ആ തുടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? മൃദംഗം വായിക്കുകയാണോ എന്ന് തോന്നും. അത്ര സുഖമായിട്ടുള്ളൊരു തുടി.
ആ തുടിയും കുടിയും ആ സമയത്തും പാടും പാട്ടും, പലതരം പാട്ടും. വേണുനാദം കേട്ട നേരം മാരെല്ലാരും എടുക്കൂ കുട്ടികളെ പാട്ടെന്ന് അവര് പറയും. അപ്പൊ എടുത്തോളണം, അത് പഠിച്ചിരിക്കണം നമ്മള്, ഇല്ലെങ്കിൽ അവര് നമ്മളെ രക്ഷപ്പെടും. അതിനുള്ള അധികാരം അവർക്കുണ്ട് അക്കാലത്ത്. അപ്പോ അതൊക്കെ ചെയ്ത് ആ കുടിച്ച് പൊട്ടൊക്കെ തൊട്ട് ആ നല്ല വേഷങ്ങളായിട്ട് അങ്ങനെ ആ പെൺകുട്ടികളും ആ നവവധുക്കളും അതല്ലാത്ത സുമംഗലികളായിട്ടുള്ളവരും എല്ലാവരും കൂടി അമ്പലത്തില് നല്ല പാട്ടൊക്കെ പാടിയിട്ട് ഏത് പാട്ടും പാടാം. ഭഗവാന്റെ ആവണമെന്ന് മാത്രം. ഗണപതി ആദ്യം, സരസ്വതി രണ്ടാമത്, പിന്നെ ശ്രീകൃഷ്ണ ഭഗവാനും എല്ലാ പാട്ടുകളും പാടി കൈകൊട്ടി കളിച്ച് അപ്പോഴേക്കും അതിൽ നമ്മള് നിവേദ്യം, പായസം ഇതൊക്കെ ശിവക്ഷേത്രത്തിലാണെങ്കിലും ഏത് ക്ഷേത്രത്തിലാണെങ്കിലും കൊണ്ടുവരും. അത് ഭക്തിയോടുകൂടി ആ ഗണപതി ഭഗവാന്റെ മുൻപിലും ആ ശ്രീപാർവതി പരമേശ്വരന്മാരുടെ മുൻപിലും ഒക്കെ വെച്ച് അതങ്ങനെ പൂജ അങ്ങനെ കഴിച്ച് നമ്മള് മനക്കിലേക്ക്, നമ്മുടെ ഇല്ലത്തേക്ക് നമ്മൾ വരും. അങ്ങനെ വന്നിട്ട് പിന്നീട് എന്താണ് പണി? പിന്നീട് നമുക്ക് നല്ല ഗ്രന്ഥങ്ങൾ വായിക്കാൻ നല്ല ഏറ്റവും പറഞ്ഞ ദിവസമാണ് ഒന്ന്. ആ പുസ്തകങ്ങൾ, ഗ്രന്ഥം, എന്തെങ്കിലും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ദിനചര്യ ഉണ്ടാവുമല്ലോ. ഭഗവാൻ രാവിലത്തെ സമയം നമ്മൾ ശിവക്ഷേത്രത്തിലൊക്കെ എവിടെയെങ്കിലും കുളിച്ചു തൊഴുതു വന്നാൽ നമ്മുടെ പടിഞ്ഞേറ്റയിൽ ഒരു എന്തെങ്കിലും നമ്മുടെ ഒരു സ്തോത്രങ്ങളൊക്കെ ചൊല്ലി സ്തുതിക്കുക, അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട് പണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും അത് വേണം. അതിനാണ് ഈ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നതേ. അപ്പോ അതൊക്കെ അങ്ങനെ കഴിച്ച് പിന്നെ നമ്മൾ ഗൃഹകൃത്യങ്ങൾ നമുക്ക് എപ്പോഴും ഉണ്ടാവുമല്ലോ, അത് വേണം താനും. അത് നമ്മുടെ പതിവ്രതാധർമ്മം എന്ന് പറയും, സ്ത്രീധർമ്മം. ആ ധർമ്മം നമ്മൾ അനുഷ്ഠിക്കുക തന്നെ വേണം. അതൊക്കെ ചെയ്ത് ആ ഭഗവാനെ അങ്ങനെ മനസ്സിൽ ചിന്തിക്കാൻ വെച്ചാൽ നമുക്ക് അങ്ങനെയുള്ള ഒരു ആചാരാനുഷ്ഠാനങ്ങളെ കൊണ്ട് നമ്മൾ അത്രയ്ക്കും വിശുദ്ധരൊന്നും ആയിട്ടില്ല. ധ്യാനത്തിനൊന്നും നമ്മൾ പോരാ. പിന്നെന്താ നമുക്ക് ചെയ്യാ? കലേർദോഷനിധേരാലൻ അസ്തിഹ്യേകോ മഹാൻ ഗുണ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗപരം പ്രജേത് എന്ന് അത്തരം പിന്നെ ഓരോരോ സ്തോത്രങ്ങൾ ശിവപാർവതിമാരെ കുറിച്ചും ഗണപതി ഗജാനനം ഭൂതഗണാതിസേവിതം കവിദ്ധജംബൂപരസാരഭക്ഷകം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഉച്ചയ്ക്ക് നമ്മള് ഗോതമ്പോ പിന്നെ ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കഴിക്കാം. പിന്നെ എട്ടങ്ങാടി ആ ഭഗവാന്റെ മുൻപിൽ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ ആ ഭഗവാൻ കഴിക്കണമെന്നുള്ളൊരു ഭാവം നമുക്ക് വരണം. അതാണ് ഇതിന്റെയൊക്കെ ഉദ്ദേശം. അത് വരുത്തലാണ് തിരുവാതിരയുടെയും അഷ്ടമി രോഹിണിയുടെയും എല്ലാ കാര്യങ്ങളും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നമ്മൾ അങ്ങനെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് പിന്നീട് രാത്രി സമയം നമ്മൾ തിരുവാതിരയായിട്ട് ആർദ്രാജാഗരണം എന്ന് പറയും. അന്ന് ഈ തിരുവാതിര രാത്രിയാണ് അധികം ഉള്ളതെങ്കിൽ ഉറക്കൊഴിക്കൽ അന്നാണ് വേണ്ടത്. അപ്പോൾ ആർദ്രാവ്രതം ചിലപ്പോൾ തിരുവാതിര പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും. അപ്പൊ കൈകൊട്ടിക്കളി ഇത്യാദികളൊക്കെ ആർദ്രാവ്രതമായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ആർദ്രാജാഗരണം എന്ന് പറയുന്നത് ഉറക്കൊഴിച്ച് നമ്മൾ ആ സമയത്തും നമ്മൾ ഉറക്കൊഴിക്കുന്ന സമയത്ത് ഊഞ്ഞാലിലൊക്കെ ആടാം. ആ ആടുന്ന സമയത്തൊക്കെ നമ്മൾ ഈ അന്നത്തെ ദിവസം നമ്മൾ ഈശ്വരനെ കുറിച്ച് മാത്രം ആവണം പറയും. അല്ലാതെ ഈ ഭൗതിക കാര്യങ്ങൾ അനവധി ഉണ്ടാവും നമുക്ക് പറയാൻ. പക്ഷെ അതൊന്നുമല്ല അന്ന് പറയേണ്ടത്. നമ്മൾ പരമേശ്വരന്റെ കഥ, ശ്രീപാർവതിയുടെ കഥയും ശ്രീകൃഷ്ണന്റെ കഥയും ഭാഗവതത്തിൽ നിന്ന് വല്ലതും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ഒക്കെ പറയാം. രുക്മിണി സ്വയംവരം, പാർവതി സ്വയംവരം ഇതൊക്കെ കൈകൊട്ടി കളിക്കുകയും ചെയ്യാം. അതാണ് കൈകൊട്ടി കളിക്കണം. അന്ന് പാട്ടുപാടി കളിക്കണം. കൈകൊട്ടിക്കളി, പാട്ടുപാടിക്കളി, തിരുവാതിരക്കളി എന്നൊക്കെ അതിന് പറയും. നമ്മുടെ ഇവിടെ തിരുവാതിരക്കളി എന്ന് പറയും. തെക്കോട്ടൊക്കെ കൈകൊട്ടിക്കളി. അത് അമ്പലം അടുത്തുണ്ടെങ്കിൽ അതിൽ തന്നെയാണ് ഉത്തമം. ഇനി അതല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് മനയ്ക്ക് നമ്മുടെ ഇല്ലത്ത് എല്ലാവരും വരും. നമ്മുടെ സ്നേഹിതമാരും പിന്നെ നമ്മളെ പിന്നെ അടുത്തറിയുന്നവരും ഒക്കെ വന്ന് കൈകൊട്ടി കളിക്കും അന്നത്തെ ദിവസം. പാതിരാപ്പൂ ചൂട അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമ്മൾ വീണ്ടും ക്ഷേത്രത്തിലേക്ക് പോകുന്നു. എല്ലാ അലങ്കാരങ്ങളൊക്കെ എടുത്തിട്ട് തന്നെയാണ് പോവുക.
ആ അലങ്കാരങ്ങളൊക്കെ വേണ്ട പോലെ അങ്ങനെ അലങ്കരിച്ച് ആ കണ്ടാൽ തന്നെ മനഃശുദ്ധി എന്നാണ് പറയുന്നത്. അത് വരണം. അത് എന്തിനാ അങ്ങനെയൊക്കെ അണിയണേ ചോദിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ അണിയണം. സന്തോഷമാണ് തിരുവാതിരയുടെ പ്രധാന ഉത്സവം തന്നെയാണ്. കാരണം തൃച്ചംബരത്ത് ഉത്സവം എന്നൊക്കെ നമ്മൾ പറയും ഇല്ലേ? അതുപോലെ ഈ തിരുവാതിര ഒരു ഉത്സവം തന്നെയാണ് ശിവക്ഷേത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പൊ ആ കൈകൊട്ടി കളിയും കഴിഞ്ഞ് എല്ലാ അലങ്കാരങ്ങളും അണിഞ്ഞ് കൈകൊട്ടി കളി കഴിഞ്ഞ് ആ ശിവനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് നമ്മൾ ഭവനത്തിലേക്ക് വരണു. ഗ്രഹകൃത്യങ്ങളിൽ മുഴുകണു. ആ ശുശ്രൂഷസ്വഗുരുൻ ആ കുരുപ്രിയ സഖീ വൃത്തിം സപത്നീജനെ അങ്ങനെയൊക്കെയുള്ള ഓരോരോ പ്രവൃത്തികൾ നമുക്കുണ്ടാവും. അപ്പൊ അതൊക്കെ അങ്ങനെ ചൊല്ലി ആ വേണ്ട പോലെ ഗ്രഹകൃത്യങ്ങൾ അങ്ങനെ ചെയ്ത് ആ ഈശ്വരനിൽ നമ്മൾ മനസ്സ് വൃത്തിയായിട്ട് വെക്കണം. എങ്ങനെ സാധിക്കും ചോദിച്ചാൽ ഈ ആചാരാനുഷ്ഠാനങ്ങളെ കൊണ്ടാണ് വെക്കാൻ സാധിക്കുന്നത് എന്നാ പറയുന്നത്. ബുധന്മാര് നമ്മളുടെ കാളും വലിയവര് നമുക്ക് ഗുരുക്കന്മാര് പറഞ്ഞു തരുന്നത് അങ്ങനെയാണ്. എന്താണ്? അഭ്യാസേപ്യസമർത്ഥോസി മത്കർമ്മപരമോ ഭവ മദർത്ഥമപി കർമാണി കുറുവൻ സിദ്ധിമവാപ്സ്യസീന്ന് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ നമുക്ക് എത്ര പറഞ്ഞു തന്നാലും നമ്മളൊരു കണക്കിലേ ആവുന്നുള്ളൂ. പക്ഷേ നമ്മളൊരു കണക്കിലായാലും ആ ഭഗവാൻ പറഞ്ഞ പോലെ അനുഷ്ഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. ശ്രമിച്ചാൽ ആവുന്നതേ ഉള്ളൂ. അതാണ് ഈശ്വര തിരുവാതിരയ്ക്ക് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്.